2018 സെപ്റ്റംബർ 25 തിരുവനന്തപുരത്ത് വെച്ച് നടന്നൊരു വാഹനാപകടത്തെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന സംഗീത പ്രേമികൾക്ക്. വയലിൻ കൊണ്ട് നാദവിസ്മയം സൃഷ്ടിച്ച അത്യപൂർവ പ്രതിഭകളിൽ ഒരാളായിരുന്നു ബാലഭാസ്കർ. അദ്ദേഹം ആ ഒരു ആക്സിഡന്റിലൂടെയാണ് വിട പറയുന്നതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആൾക്കാരിൽ നൊമ്പരം ഉണർത്തുന്നതെന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ മകളെ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ പോയി എന്നൊരു സംഭവമാണ് വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് പ്രണയിച്ച് വീട്ടുകാരെ പോലും എതിർത്ത് കല്യാണം കഴിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയെ. ആ ലക്ഷ്മി ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിന് വന്നിട്ടില്ല എന്നൊരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷ്മിക്കെതിരെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സർക്കിളിൽ നിന്നിട്ടുള്ള ആൾക്കാർ പോലും ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന ഈ ഇടയ്ക്ക് പോലും പറഞ്ഞൊരു കാര്യമാണ്. അതായത് ലക്ഷ്മിയെ കണ്ട സമയത്ത് അല്ലെങ്കിൽ വിളിച്ച സമയത്ത് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ ബാലഭാസ്കറിൻ്റെ കുറച്ച് ആക്രികൾ ഇവിടെ കിടപ്പുണ്ട്, അതും കൂടെ പറക്കി വിൽക്ക് എന്നൊരു സംഭവം, അവൻ പോയില്ലേ പിന്നെന്തിനാ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പം അത് മോശമാവുന്ന തരത്തിലേക്കാണ് ലക്ഷ്മിയെക്കുറിച്ചുള്ള ഒരു സംഭവം വന്നത്. കാരണം ബാലഭാസ്കറിനോട് ഒരു ആത്മാർത്ഥതയും ഇല്ല, അതുകൊണ്ട് പിന്നെ ലക്ഷ്മിയായിട്ടുള്ള ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ബാലഭാസ്കറിൻ്റെ സുഹൃത്ത് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം വന്ന ബാലഭാസ്കറിൻ്റെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, DNA എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുള്ളത്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു അമ്മയുടെ വേദനയാണ്, വേവലാതികളാണ്, സമ്മതിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്നും എനിക്ക് അവളെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ എന്നിട്ട് അച്ഛൻ വന്ന് പറയുന്ന ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലക്ഷ്മി മിണ്ടാറില്ല, ലക്ഷ്മി സഹകരിക്കാറില്ല എന്നൊക്കെ പറയുന്നൊരു സംഭവം എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ തോന്നിയില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ആ അമ്മ തുറന്നടിച്ച് ഒരുപാട് വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയിൽ ഇരുന്ന ഒരു അമ്മയാണതെന്ന് പറയുന്നത്. ഇപ്പോഴും ഈ പറയുന്ന ജാതിയോ മതമോ ഒക്കെ മനസ്സിൽ കുത്തി നിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇനി 22 വയസ്സിലൊക്കെ മകൻ കല്യാണം കഴിച്ചു, പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ രീതി അല്ലെങ്കിൽ അവരുടെ തലയിലെഴുത്ത് എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ്. അതിൽ ഒരു പെണ്ണ് സ്നേഹിച്ചു, അവനെ കല്യാണം കഴിച്ചു എന്ന പേരിൽ മാത്രം ഇപ്പോഴും ഞാൻ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ എന്തിനാണ് അവരോടൊക്കെ മിണ്ടുന്നത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം അമ്മയ്ക്കും അച്ഛനും മകൻ നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് ലക്ഷ്മിയുടെ ഒരു സ്ഥാനം എടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ജീവിതമാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ടു, അത്രയും കാലം കാത്തിരുന്ന കുഞ്ഞു മകളെയും നഷ്ടപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഷോക്ക് കാണും. പിന്നെ മറ്റൊരു കാര്യമാണ്, അർജുനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനാണ് ലക്ഷ്മി ഇതൊക്കെ മറച്ചു വെക്കുന്നതെന്ന് പറഞ്ഞ് കുറേ കമൻറ്റ് സെക്ഷനിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അർജുനെ ഇതിന് മുന്നേ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, ബാലഭാസ്കറിനെ ബാലഭാസ്കർ ആക്കി എടുത്തത് അദ്ദേഹത്തിൻ്റെ അമ്മാവനായിട്ടുള്ള ശശികുമാറാണ്, വയലിനിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ബാലഭാസ്കർ മരണപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ ഭയങ്കര സംശയം ഉണ്ടായതിനെ തുടർന്ന് 2023 നവംബർ 25-ാം തീയതി അദ്ദേഹം മരണപ്പെടുന്നു. അതിന് തൊട്ട് തലേ ദിവസം പോലീസിൽ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അർജുനെതിരെ മറ്റും, അതായത് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറായിട്ടുള്ള വ്യക്തിക്കെതിരെ. കാരണം ആ വ്യക്തി ആദ്യം പോലീസിനോട് മൊഴി കൊടുത്തതെന്ന് പറയുന്നത് വണ്ടി ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആണ് എന്നുള്ളതാണ്. അത് നമുക്ക് വേണമെങ്കിൽ പേടി കൊണ്ട് പറഞ്ഞിരുന്നു എന്ന് വെച്ച് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ അതല്ല, പിന്നീട് അവൻ കേസിന് പോയിട്ടുണ്ടായിരുന്നു, ബാലഭാസ്കർ ആണ് വണ്ടി ഓടിച്ചത്, അതിൽ എനിക്ക് വല്ലാത്തത് സംഭവിച്ചു, അപ്പോൾ എനിക്ക് ഈ പറയുന്ന നഷ്ടപരിഹാരം 1 കോടിയോളം വേണം എന്നൊരു സംഭവം. അതിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അവനൊരു പക്കാ ഫ്രോഡാണെന്ന്. ആ പക്കാ ഫ്രോഡിനാണ് കേസ് അന്വേഷിച്ച് തന്നെ ക്ലീൻ ഷീറ്റ് കൊടുത്തതെന്ന് മനസ്സിലാക്കണം. അവനൊരു പാവം നമ്പൂതിരി പയ്യനാണ് പോലും. ആ നമ്പൂതിരി പയ്യൻ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല പാവത്തരങ്ങളാണ് വീട് കയറി ആക്രമണം നടത്തുക, ATM കവർച്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പം എന്താ സ്വർണ്ണക്കടത്ത്. ഏറ്റവും നമുക്ക് കോയിൻസിഡൻസ് പോലെ തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ശശികുമാർ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം ബാലഭാസ്കറിനെ സ്നേഹിച്ചിരുന്നു എന്നൊരു സംഭവം മനസ്സിലാക്കാൻ പറ്റും. 2023 നവംബർ 25 അദ്ദേഹം മരണപ്പെടുന്നു ഈ മൊഴി കൊടുത്തതിന് ശേഷം. ഈ 2024 നവംബർ 25 1 വർഷം തികയുന്ന സമയത്താണ് സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ്റെ കയ്യിൽ വിലങ്ങ് വീഴുന്നതെന്ന് പറയുന്നത്. അപ്പം ചില സംഭവങ്ങളെ നമുക്ക് അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ അർജുനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ലക്ഷ്മി നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അർജുനെതിരെ ഒന്നും ആദ്യം തെളിവുകളില്ലായിരുന്നു. അർജുനെ എല്ലാവരും വിശ്വസിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ബാലഭാസ്കർ തന്നെയാണ് വണ്ടി ഓടിച്ചത് ആയിരിക്കാം എന്നുള്ള തരത്തിലേക്ക്. പക്ഷേ ഈ ബോധം വന്ന ലക്ഷ്മി ഹോസ്പിറ്റലിലായിരുന്നു. അതിനുശേഷം ബോധം വന്നതിന് ശേഷം ലക്ഷ്മി തന്നെയാണ് പറഞ്ഞത് അല്ല അർജുനാണ് വണ്ടി ഓടിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് മറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങേണ്ടതല്ലേ, കൂട്ട് നിൽക്കേണ്ടതല്ലേ? ഇവരെ ഒന്നിച്ചുള്ളൊരു ഗ്യാങ് ആണ് അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളൊക്കെയാണ് ഈ പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കൂട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട്. അങ്ങനെയുള്ള വിളയാട്ടങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യമേ ആ മൊഴി മാറ്റി പറയേണ്ട കാര്യം അവർക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊഴി കൊടുക്കേണ്ട കാര്യമില്ല. അർജുനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അതിന് കൂട്ട് നിൽക്കുകയല്ലേ വേണ്ടതെന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് അമ്മ വന്ന് പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ അതിനോട് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം
ബാലഭാസ്കറിൻ്റെ കൂടെ കൂടിയ ആൾക്കാരൊന്നും അദ്ദേഹത്തിനെ യഥാർത്ഥത്തിൽ സ്നേഹിച്ച വ്യക്തികളല്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണം കണ്ടും അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ചാൽ എന്തൊക്കെയോ നടക്കും എന്നുള്ളൊരു സംഭവം അതെനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഡ്രൈവറായിട്ടുള്ള വ്യക്തിയാണ് സ്വർണ്ണക്കടത്തിൽ പിടിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിഷ്ണു സോമസുന്ദരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാനേജർ എന്തോ ആയിരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ എതിരെയും എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഇദ്ദേഹം തെറ്റിപ്പിരിഞ്ഞിട്ടുള്ള ഒരു കാര്യവും വന്നിട്ടുണ്ടായിരുന്നു. പൈസ മേടിച്ചിട്ടുണ്ട്, കടം മേടിച്ചിട്ടുണ്ട്, അത് തിരിച്ചു ചോദിച്ചു. ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇനി ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലപ്പോഴും വന്നിട്ടുള്ള പൂന്തോട്ടം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയാം. അവരാണ് ഈ അർജുനെ ഡ്രൈവറാക്കി കൊടുക്കുന്നത്. ഈ ആൾക്കാരുടെ മക്കനെ പഠിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാലഭാസ്കർ പണം കൊടുത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ആ സർക്കിളിൽ നിൽക്കുന്ന ഫ്രണ്ട്സ് വലയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം ബാലഭാസ്കറിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്വർണ്ണക്കടത്ത് ഇത് വല്ലാത്ത രീതിക്ക് ഇതിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചിന്തിച്ച സമയത്ത് തോന്നിയൊരു കാര്യമാണ്. അതായത് ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരു പേര് സത്യത്തിൽ എല്ലാവർക്കും അറിയുന്നൊരു പേരാണ്, എല്ലാ രാജ്യങ്ങളിലും അറിയുന്നൊരു പേരാണ്. കാരണം അത്ര വലിയൊരു ഒരു കോളടക്കം വയലിൻ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്നൊരു വല്ലാത്തൊരു മാസ്മരിക പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന അത്ര കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ബാലഭാസ്കർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം. അപ്പം ഈ മറ്റ് ഫോറിൻ കൺട്രീസ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ഈ പ്രോഗ്രാംസിന് ബാലഭാസ്കറിനെ വിളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് സംഭവം നടക്കുന്നത് ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള കടത്തൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത പരിപാടിക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം മറ്റൊരു രീതിക്കാണ് പാക്കിങ്, അതിൻ്റെ ഈ പറയുന്ന കടത്തി വിടുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിമാനത്താവളത്തിൽ നിന്ന് മറ്റ് അവർ ചെല്ലേണ്ട സ്ഥലത്ത് വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുന്നത്, അവർക്ക് അങ്ങനെ കൊണ്ടുപോകാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് അറിയുന്നതെന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് കേസിലൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ സൂക്ഷിച്ചിരുന്ന വയലിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു ലക്ഷങ്ങൾ വിലയുള്ളതായിരിക്കും. സ്വാഭാവികമായിട്ടും 1.5 ലക്ഷമെങ്കിലും മിനിമം വിലയുള്ള വയലിനായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്നതെന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ഒരിക്കലും പരിശോധിച്ച് ഇളക്കിയെടുത്ത് പരിശോധിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത്തരത്തിൽ നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും. അവിടെ ഒന്നും അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം സ്വർണ്ണത്തെ എത്രത്തോളം അടിച്ചുരുട്ടാമോ ഏതൊക്കെ രൂപത്തിലാക്കാമോ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന സംഭവമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ഇനി അത്തരത്തിലുള്ള വല്ല പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നോ? കാരണം ആ ഒരു ഇത് വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങളിലൂടെയും മറ്റും ഇങ്ങനൊരു സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ കോടിക്കണക്കിന് രൂപ നേട്ടം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിമിനൽ പശ്ചാത്തലമുള്ള കുറച്ചധികം ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്ത് ലോബിയുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് പറയുന്ന സമയത്താണ് എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരുപക്ഷെ ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റൂലേ? അങ്ങനെ മനസ്സിലായ സമയത്തായിരിക്കും കുറച്ച് പേരൊക്കെ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനമോ പ്രതികാരമോ ആയിക്കൂടെ ഈ ഒരു ആക്സിഡൻറ്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത. പിന്നെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഈ സ്വർണ്ണക്കടത്ത് ലോബി പോലുള്ള ആൾക്കാരിലേക്ക് അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ളതായിരിക്കും. അപ്പോൾ എന്തും ചെയ്യാനായിട്ട് നമ്മൾ പറയത്തില്ല, ഈ പറയുന്ന നമ്മൾ ബോംബൊക്കെ കെട്ടിവെച്ചിട്ട് പോയി നിന്ന് സ്വന്തം ജീവൻ പോലും ബലികഴിപ്പിച്ച് പൊട്ടിക്കുന്ന അത്രയും വൃത്തികെട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുപോലൊരു മൈൻഡ് സെറ്റ് തന്നെയാണെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഇറങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ. അപ്പം അവനും ചിന്തിച്ചാണ്. പിന്നെ ആ വണ്ടിയുടെ ഇടിച്ചൊരു സംഭവം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആ മരത്തിനകത്ത് കൊണ്ടുപോയി ഇടിച്ചിരിക്കുന്ന സംഭവത്തിനകത്ത് വണ്ടി വെട്ടിച്ച് മാറ്റിയേക്കുവാണ്. അപ്പം ഈ സൈഡാണ് ആ വണ്ടിയിലേക്ക് കയറി മരത്തിലേക്ക് കയറി വണ്ടി ഇടിച്ചിരിക്കുന്നത്. ഡ്രൈവറായിട്ടിരുന്നത് അർജുനാണെന്നുള്ള കാര്യമാണ്. അപ്പോൾ അവനാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉറങ്ങിയിരുന്നിരിക്കുകയായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ അവന് കൂടുതൽ പരിക്കൊന്നും പറ്റാത്ത വിധത്തിലേക്ക് തന്നെയാണ് ആ വണ്ടിയുടെ ആക്സിഡന്റ് നടന്നിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. കാരണം ഇപ്പുറത്തെ സൈഡിലൂടെ നേരെ തിരിച്ചു പോയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വണ്ടി പോയിരിക്കുന്നത് തോന്നുന്നത്. ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഇടി കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ സൈഡിലായിരിക്കും അല്ലോ ഡ്രൈവറായിട്ടിരുന്നവൻ. അപ്പം ഈ സൈഡിലൂടെ അവന് സേഫ്റ്റി ആയിട്ട് അല്ലെങ്കിൽ അത്ര അങ്ങോട്ട് പ്രശ്നമില്ല, ജീവൻ ബാക്കി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം മേ ബി ഉണ്ടാക്കിയെടുത്തതെന്ന് പറയുന്നത്. പിന്നെ ഇന്ന് ലക്ഷ്മി പ്രതികരിക്കും എന്ന് പറയുന്നൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂട്ടുകാർ എന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അതായത് ബാലഭാസ്കറിനോട് ഒരു തരത്തിലുള്ള നീതിയും കാണിക്കാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവൻ്റെ സാധനങ്ങളൊക്കെ ആക്രി സാധനങ്ങൾ കിടപ്പുകൊണ്ട് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ വലിയ പരാമർശം ഇത്രയും ഒരു ഇതായിട്ട് വന്നിരുന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ല, ഈ പറയുന്ന വലിയ വലിയ ചാനലുകൾ വന്നിരുന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മി കേൾക്കുമെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പം എന്തിനങ്ങനെ ഒരു നുണ പറയാൻ കഴിയും? അപ്പം അത് നുണ തന്നെയാണോ? ഇനി അതിനെന്തുവാണ് ഇവർ മറുപടി പറയുക? ഇനി ഒരു അമ്മയും അച്ഛനും നടത്തുന്നൊരു പോരാട്ടമുണ്ട്, അത് അവർക്കുള്ളതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ കണക്ക് ഈ മക്കൾ തിരഞ്ഞെടുക്കുന്ന ജീവിതത്തിനെയൊക്കെ അത് ആ ഒരു ടൈം പീരീഡിൽ വേണമെങ്കിൽ നമുക്ക് എതിർക്കാൻ കഴിയും. പക്ഷേ അത്
ആജീവനാന്തം കൊണ്ട് നടക്കുക എന്ന് പറയുന്നതിനോട് യോജിപ്പുള്ള ഒരു വ്യക്തിയല്ല ഞാനെന്ന് പറയുന്നത്. അത് അവരുടെ ചോയ്സാണ്, അവരുടെ ജീവിതമാണ്. ഒരു പക്ഷേ അന്നേ അവരെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ മറ്റൊരു തരത്തിലേക്ക് പോവില്ലായിരുന്നെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റില്ല, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റുമല്ലോ. ഒരു മരണത്തെ തടയാൻ പറ്റുന്നൊരു കാര്യമില്ല, അതുകൊണ്ട് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് പക്ഷേ ആ അമ്മയ്ക്കും അച്ഛനും നീതി വേണ്ടുള്ളതാണ്. അവർ പറഞ്ഞ കണക്ക് തന്നെ ഇതിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. കാരണം അർജുനെ പോലൊരു ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയെ പോലും ക്ലീൻ ഷീറ്റ് കൊടുത്ത് മാറ്റി നിർത്തണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ലക്ഷ്മിയുടെ വീഡിയോ വരും, അപ്പം ബാക്കി അറിയാൻ പറ്റും.